സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സീരീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഓഫ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് നൽകുന്ന ഡോക്ടർ അംബേദ്കർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർക്കൊക്കെ സ്കോളർഷിപ്പിന് അപേക്ഷകൾ നൽകുവാനാകും, എത്ര തുകയാണ് സ്കോളർഷിപ്പായി ലഭിക്കുന്നത്, എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നത് എന്നീ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും എല്ലാവരും കാണുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോസിലേക്ക് കടക്കാം. സ്കോളർഷിപ്പ് ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ട ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കണം. +1, +2, ഡിഗ്രി, PG മറ്റുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പ് ലഭ്യമാകുന്നതാണ്. SC, ST, OBC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷകൾ നൽകുവാൻ അർഹരല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഓൺലൈൻ ആയിട്ടല്ല അപേക്ഷകൾ നൽകേണ്ടത്, ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷകൾ നൽകേണ്ടത്. ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് നിങ്ങളുടെ സ്ഥാപന മേധാവിയുടെ ഒപ്പും അതുപോലെ തന്നെ സീലും വാങ്ങിയതിനു ശേഷം നിങ്ങൾ പോസ്റ്റൽ വഴിയാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന അപേക്ഷാർത്ഥിയുടെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയാവണം. ഇൻകം സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. കാസ്റ്റ് സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട്. അതല്ല, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കാസ്റ്റ് ക്ലിയറായി മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റസ്റ്റഡ് കോപ്പിയും മതിയാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷകൾ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏതൊക്കെ കോഴ്സുകൾക്കാണ് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് A എന്ന് പറയുന്നത് PG കോഴ്സുകൾക്കും MPhil, PhD ഈ പറയുന്ന കോഴ്സുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് കോഴ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ICWA, CS, CA, MPhil, PhD, പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം, LLM ഈ പറയുന്ന എല്ലാ കോഴ്സുകളും കാറ്റഗറി അല്ലെങ്കിൽ ഗ്രൂപ്പ് Aയിൽ പെടുന്നതാണ്. അവർക്ക് 750 രൂപയാണ് ഓരോ പെർ മന്തിൽ അവർക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഒരു ലംസം എമൗണ്ട് ആയിട്ടാണ് ലഭിക്കുന്നത്. 10 മാസത്തെ തുക ഒരുമിച്ചാണ് ലഭിക്കുന്നത്. ഈ പറയുന്ന ഗ്രൂപ്പ് Aയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 750 രൂപയാണ്. ഹോസ്റ്റലേഴ്സിന്, ഡേ സ്കോളേഴ്സ് ആണെങ്കിൽ 350 രൂപയുമാണ്. ഗ്രൂപ്പ് Bയിൽപ്പെട്ട ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ലീഡിംഗ്, ഡിഗ്രി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ അതിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ 510 രൂപ ഹോസ്റ്റലേഴ്സിനും 335 രൂപ ഡേ സ്കോളേഴ്സിനുമാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് Cയിൽപ്പെട്ട ഓൾ അതർ കോഴ്സ് ലീഡിംഗ് ടു ദ ഗ്രാജുവേറ്റ് ഡിഗ്രി നോട്ട് കവേർഡ് അണ്ടർ A and B. അപ്പോൾ നമ്മുടെ സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന BSc, BCom, BA പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ 400 രൂപയാണ് പെർ മന്തിൽ കിട്ടുക. ഡേ സ്കോളേഴ്സിനാണെങ്കിൽ 210 രൂപയുമാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് D എന്ന് പറയുന്നത് +1, +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. അതുപോലെ തന്നെ ITയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പോളിടെക്നിക്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഗ്രൂപ്പ് Dയിലാണ് ഉൾപ്പെടുന്നത്. 260 രൂപയാണ് ഹോസ്റ്റലേഴ്സിന് പെർ മന്ത്, 160 രൂപയാണ് ഡേ സ്കോളേഴ്സിന് പെർ മന്ത്. 10 മാസത്തെ എമൗണ്ട് ഒരുമിച്ചാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ആ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതർ ഒരുപാട് അലവൻസ്, സ്റ്റഡി ടൂർ, ഈ പറയുന്ന ഫീസ് ആനുകൂല്യം, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇതിന് അപ്ലിക്കേഷൻ നൽകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലിക്കേഷൻ നൽകേണ്ടത്. ഒരു ഫോം ഇതിന്റെ കൂടെ തന്നെയുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് ആ ഫോമിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അത് നിർബന്ധമായിട്ടും അറ്റസ്റ്റ് ചെയ്യണം. ആ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഓൾ എക്സാമിനേഷൻ പാസ്ഡ്, നിങ്ങൾ എക്സാമിനേഷൻ പാസ് ചെയ്തതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഒട്ടിച്ചുകൊണ്ട് ഈ പറയുന്ന രേഖകളൊക്കെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം.
നിങ്ങൾ ഓഫ്ലൈനായിട്ട് അയച്ചു കൊടുക്കേണ്ട പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ദ മാനേജിംഗ് ഡയറക്ടർ L2 കുലീന ജവഹർലാൽ നെഹ്റു കൗഡിയ PO തിരുവനന്തപുരമാണ് ഈ അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ബ്രോഷർ അല്ലെങ്കിൽ നോട്ടീസ് നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോന് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ നൽകുമ്പോൾ അതിൻ്റെ ആ കവറിന് പുറത്ത് അപ്ലിക്കേഷൻ ഫോർ ഡോക്ടർ അംബേദ്കർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന് നിർബന്ധമായിട്ടും എഴുതണം എന്നതും കൂടി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷൻ നൽകേണ്ട അവസാന തീയതി 28/9/2021 5 മണിക്ക് മുമ്പാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആവശ്യമുണ്ട്. നിങ്ങളുടെ സിഗ്നേച്ചർ ഈ ഒരു ഫോമിൽ പതിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഓൾ എക്സാമിനേഷൻ പാസ്ഡ്. നിങ്ങൾ പാസ്സായ എല്ലാ എക്സാമിനേഷന്റെയും സർട്ടിഫിക്കറ്റിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിർബന്ധമായിട്ടും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ തഹസിൽദാറിൽ നിന്നോ വാങ്ങിയ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തതായാലും മതിയാകും. അതുപോലെ തന്നെ ഡ്യൂലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഷാൽ ബി സബ്മിറ്റഡ് ടു ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഈ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്തതിനു ശേഷം ഈ അനുബന്ധ രേഖകളുമായിട്ട് നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ തലവനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് വെരിഫൈ ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒപ്പും സീലും പതിപ്പിക്കുകയും ചെയ്യണം. അത് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ വാങ്ങേണ്ടതാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ആപ്ലിക്കേഷൻ ഫോം നോക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ നിർബന്ധമായിട്ടും പതിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ കുറേ ഡിക്ലറേഷനും കുറേ കാര്യങ്ങളുമുണ്ട്, അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഒന്നാമതായിട്ട് നിങ്ങളുടെ ബ്ലോക്ക് ലെറ്റേഴ്സിൽ നിങ്ങളുടെ നെയിമും അഡ്രസ്സും കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിങ്ങളുടെ അതർ ഡീറ്റെയിൽസ് ആണ്, നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ്, നാഷണാലിറ്റി, കാറ്റഗറി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക. പിന്നീട് വരുന്നത് നിങ്ങളുടെ പാരന്റിന്റെ ഡീറ്റെയിൽസ് ആണ്, അത് വ്യക്തമായ രീതിയിൽ ഇവിടെ ഫില്ല് ചെയ്യുക. പിന്നീട് ഡീറ്റെയിൽസ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾ പാസ്സായ ഓരോ ക്വാളിഫിക്കേഷനെ കുറിച്ച് 10th മുതൽ ഇങ്ങോട്ട് 10ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ എഴുതുവാൻ സാധിക്കുന്നതാണ്, അത് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് ഇൻ വിച്ച് സ്റ്റുഡൻസ് അഡ്മിറ്റഡ്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിനാണ് ഇപ്പോൾ പഠിക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ഏത് കോഴ്സാണ്, എത്ര വർഷത്തെ കോഴ്സാണ്, അത് പാർട്ട് ടൈം ആണോ, ഫുൾ ടൈം ആണോ, ഡേ സ്കോളർ ആണോ, ഹോസ്റ്റലേഴ്സ് ആണോ, അക്കാദമിക് ഇയർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആകാൻ പാടില്ല. വിദ്യാർത്ഥി ഇൻഡിപെൻഡന്റ് ആയ അക്കൗണ്ട് നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. ജോയിന്റ് അക്കൗണ്ട് സ്വീകരിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ അവിടെ കൃത്യമായി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആനും ഫാമിലി ഇൻകം കൂടി അവിടെ എഴുതുക. പിന്നെ ഒരു ഡിക്ലറേഷൻ ആണ് സ്റ്റുഡന്റിന്റെ. ആ ഡിക്ലറേഷൻ ഫില്ല് ചെയ്തതിനു ശേഷം സിഗ്നേച്ചർ ഇവിടെ പതിപ്പിക്കുക സ്റ്റുഡന്റിന്റെ. അതിനുശേഷം നിങ്ങളുടെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നുള്ള രീതിയിൽ അവർ ഫില്ല് ചെയ്യുകയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിനു ശേഷം അവിടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സീലും അതുപോലെ തന്നെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സിഗ്നേച്ചറും ഇവിടെ വാങ്ങേണ്ടതാണ്. അത് പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ സീലും ഇവിടെ വാങ്ങേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം പിന്നെ പാരന്റിന്റെ ഒരു ഡിക്ലറേഷനും കൂടി ആവശ്യമുണ്ട്. നിങ്ങളുടെ പാരന്റിന്റെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അപ്പോൾ അവിടെ പാരന്റും കൂടി സൈൻ ചെയ്യേണ്ടതാണ്. ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോർമാറ്റ് ഇതിൽ തന്നിട്ടുണ്ട്. ഈ ഫോർമാറ്റിനകത്ത് തന്നെ വാങ്ങിയാൽ നല്ലതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വേണ്ടതെന്നുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അവിടെയുമുണ്ട് വെരിഫൈഡ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വെരിഫൈ ചെയ്യാൻ പിന്നീടും ഇതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ ആപ്ലിക്കന്റ് സൈൻ ചെയ്യേണ്ടതുണ്ട്. അത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുമ്പിൽ വെച്ചാണ് ആപ്ലിക്കന്റ് സൈൻ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. 28/9/2021 മുമ്പായിട്ട് തന്നെ ഇത്തരം നടപടികൾ പൂർത്തീകരിക്കാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുന്ന ആൾക്കാർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവരെ ഈ ഒരു ഇൻഫർമേഷൻ അറിയിച്ചുകൊണ്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്ന നടപടികൾ നിങ്ങളും കൂടി ശ്രമിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ അവസാനമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു.